ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ രേവതി ആണെങ്കിൽ വർഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ വർഷ കുളിച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും വർഷയുടെ മുടിയിൽ ഈ കുന്തിരിക്കപ്പൊക്കെ ഇങ്ങനെ പിടിക്കുക. ആ സമയത്ത് ശ്രീകാന്തും അതേപോലെ തന്നെ രവിയും അപ്പുറത്തിരിക്കുന്നുമുണ്ട്. അപ്പോൾ രവി പറയുന്നുണ്ട്, മോളെ നീ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വർഷയ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്താലേ അവൾക്കതൊരു ശീലമായി പോകും, പിന്നെ കുഴി മടിച്ചായി പോകും. അത് അച്ഛൻ പറഞ്ഞ സത്യമാണ് അച്ഛ എന്ന് ശ്രീകാന്തും പറയാണ്. അതൊന്നും കുഴപ്പമില്ല അച്ഛ, വർഷയ്ക്ക് വേണ്ടിയല്ല ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. വർഷേ, നീ നിൻ്റെ മുടിയൊന്നും സൂക്ഷിക്കാറില്ല. അയ്യേ, ഇതെന്താ ഇത് മുടി മുഴുവൻ കീല് പോലെ ഇരിക്കുകയാണല്ലോ. അയ്യേ, നല്ല രീതിയിൽ തന്നെ മുടി മുന്നോട്ട് കൊണ്ടുപോയാലല്ലേ ഇനിയും നന്നായിട്ട് മുടി വളരുള്ളൂ. നീ എന്താണ് വർഷ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്ന് രേവതി ചോദിക്കുകയാണ്. എൻ്റെ പൊന്ന് ചേച്ചി, മതി, എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല, ചേച്ചി ഒന്ന് വിട്ടണ്ടേ. അയ്യോ, അങ്ങനെയൊന്നും വിടാനിപ്പം മനസ്സില്ല എന്നൊക്കെ പറയാം. നന്നായിട്ടേ ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിച്ചില്ലെങ്കിലേ അതെ കുഞ്ഞിന് ദോഷമായിരിക്കും, നിൻ്റെ ശരീരത്തിനും ദോഷമല്ലേ. അതുകൊണ്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. നമ്മുടെ കുളിച്ച് കുറിയൊക്കെ തൊട്ട് മുടിയിൽ കുറച്ച് പുകയൊക്കെ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഐശ്വര്യമായിരിക്കും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത് ആണെങ്കിൽ ആരോടെ ചേച്ചി ഈ പറയുന്നത്? വർഷയോടോ? ചേച്ചി പറയുന്നത് കേൾക്കും, പക്ഷേ ഞാനെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലേ അവളെന്നെ തേച്ചൊട്ടിക്കും. അതേപോലെയല്ലേ കാണിച്ചു കൂട്ടുന്നത്. ശ്രീകാന്തേ, നീ എണീറ്റ് പോയിക്കണ്ടേ, നീ എന്തിനാ ഇവിടെ ഇരിക്കുന്ന ശ്രീകാന്തേ, നീ പോ എന്ന് വർഷ പറയാ. ഞാൻ പോവില്ല, ഞാനിവിടെ തന്നെ ഇരിക്കും. അത് ശരിയാവില്ലല്ലോ. അപ്പോൾ അതെ ഏട്ടത്തി ഇവളുടെ പിന്നാലെ നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ പിന്നാലെ തന്നെ ഉണ്ടാവും. ശ്രീകാന്തേ, നിന്നോട് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവള് 10 മാസം കുഞ്ഞിനെ ചുമന്ന് അത് പ്രസവിച്ച് ഞങ്ങളുടെ കയ്യിൽ തരുന്നത് വരെ ഇവളുടെ ഇടവും വലവും ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും. അവളെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല. അതിന് വേറെ ആളെ നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഈ ശ്രീകാന്തിന് ഭയങ്കര ഒരു സന്തോഷം തോന്നുകയാണ്. അതെ, ഇനി വർഷയ്ക്ക് വേണ്ടിയായിരിക്കും ഞാൻ മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് കേട്ട രവിയാണേലും, മോളെ ഇനി മോൾക്ക് ജോലിഭാരം കൂടുകയാണല്ലോ. അല്ല, ശ്രുതിയും ഗർഭിണിയാണല്ലോ. അപ്പോൾ ശ്രുതി വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ശ്രുതിയേയും കൂടി നോക്കണ്ടേ മോൾക്ക്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ രേവതിക്ക് ഭയങ്കര സന്തോഷം തന്നെ. രേവതി ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശ്രീകാന്ത് പറയണം, വേണ്ട, അങ്ങനെ രേവതി എടുത്ത് ഇനി ശ്രുതി എടുത്തിയുടെ കാര്യം കൂടി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശ്രുതി എടുത്തിയുടെ കാര്യം നോക്കാനേ ശ്രുതി എടുത്തിയുടെ അമ്മയുണ്ട്, അതായത് അമ്മായിയമ്മയുണ്ട്, അത് മതി എന്നിങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞിട്ട് വർഷേ, നീ ഇനി മര്യാദക്ക് കാര്യങ്ങളെല്ലാം ചെയ്തോളെ വർഷയ്ക്കാണെങ്കിൽ പേടിച്ചിട്ട് ഒരു രക്ഷയില്ല, ആകെ വല്ലാത്തൊരവസ്ഥയിലാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും ഇവരെല്ലാവരും കൂടി ഇങ്ങനെ പോവുകയാണല്ലോ. അപ്പോൾ ഈ സച്ചി ദിക്ക് മാറി വിടുക. അപ്പോൾ കഴിഞ്ഞപ്പോഴേക്കും ഇതെന്താ സച്ചി ഇത് എങ്ങോട്ടാണ് പോകുന്നത്, നമുക്ക് ലെഫ്റ്റിലേക്കല്ലേ പോകേണ്ടത്, സച്ചി ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും അല്ല, ഞാൻ പോണ റൂട്ട് കറക്റ്റ് റൂട്ട് തന്നെയാണ്. അല്ല, നമ്മൾ വീട്ടിലേക്കല്ലേ? അല്ല, വീട്ടിലേക്കല്ലല്ലോ പോകുന്നത്, നമ്മൾ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. ഇത് കേട്ട ശ്രുതി ഞെട്ടിപ്പോണു. ഹോസ്പിറ്റലിലേക്കോ? എന്തിനാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്? എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ, പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് എന്തിനാണ്? ശ്രുതി, നിനക്ക് വല്ല അസുഖമുണ്ടോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ എനിക്കെന്താ അസുഖം, എനിക്കൊരു അസുഖവും ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ, അയ്യോ അസുഖത്തിനല്ല, മോള് പ്രഗ്നൻ്റ് അല്ലേ, അപ്പം മോളെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ കൊണ്ടുപോവാ. ഇത് കേട്ട ശ്രുതി ഞെട്ടിപ്പോണം. എന്നെ എന്തിനാ ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് കൊണ്ടുപോകുന്നത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ടെസ്റ്റ് ചെയ്ത് പറഞ്ഞാണല്ലോ. അപ്പോൾ ഒരു കുഴപ്പവും അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, ഇതല്ല ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ, അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിൽ ചെയ്യണ്ടേ. അപ്പം നമ്മുടെ സച്ചിയാണെങ്കിലും അതെ പൗഡർ എടുത്തിയുടെ കാര്യങ്ങളെ അമ്മ നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ പറയില്ലേ, കണ്ടില്ലേ ശ്രുതിയുടെ അമ്മായിയമ്മ ശ്രുതിയുടെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല എന്ന് നാട്ടുകാരൊക്കെ പറഞ്ഞു നടക്കില്ലേ. അപ്പോൾ അങ്ങനെ പറയിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകും. അപ്പോൾ സച്ചിയാണെങ്കിൽ സച്ചിയുടെ ഈ വർത്തമാനം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നീ പറഞ്ഞ കറക്റ്റാണ് സച്ചി എന്ന് ചന്ദ്രയും പറയുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ, അയ്യോ പോവണ്ട, ഹോസ്പിറ്റലിലേക്കൊന്നും പോകണ്ട എന്നേ. അതെന്താ ശ്രുതി, നിനക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഇത്ര മടി? അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നതെന്ന് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഉണ്ടാകാതിരിക്കുക എന്ത് വേണേലും ചെയ്യട്ടെ, എന്നാലും നമ്മളൊരു മനസ്സമാധാനത്തിന് വേണ്ടി നമ്മളൊരു ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് നല്ലതാന്നേ. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. ശ്രുതിക്ക് പുറത്തിറങ്ങാൻ ഭയങ്കര പേടി. അപ്പം ചന്ദ്ര പറയാണ്, വാ ശ്രുതി, ഇറങ്ങി വാ, ഡോക്ടറെ കാണാം. അപ്പോൾ ശ്രുതി മനസ്സിൽ ചിന്തിക്കണം, എൻ്റെ ദൈവമേ, ഈ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രഗ്നൻ്റ് അല്ല എന്നും മനസ്സിലാകും, പിന്നെ ഞാൻ നേരത്തെ പ്രസവിച്ചിട്ടുണ്ടെന്നും മനസ്സിലാവും. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യം കട്ട പുകയായല്ലോ. ഇനിയിപ്പോൾ ഞാൻ എന്തൊരു വഴി ഒപ്പിക്കും? ആൻറ്റി, നമുക്കേ ഈ ഹോസ്പിറ്റലിൽ പോകണ്ട ആൻറ്റി, നമുക്ക് വേറെ ഹോസ്പിറ്റലിലേക്ക് പോയാലോ? അപ്പം ഇത് കേട്ട സച്ചിയാണെങ്കിൽ, അയ്യോ
ഈ ഹോസ്പിറ്റലിൽ എന്താ കുഴപ്പം? ഇത് നല്ല കിടിലിന് ഹോസ്പിറ്റലാ. ഇവിടെ ചികിത്സിക്കുന്നവർക്കെല്ലാം എല്ലാം നല്ല രീതിയിൽ തന്നെ ഭേദമായിട്ട് തന്നെ പോയിരിക്കുന്നത്. അതുകൊണ്ട് പൗഡറിട്ട് ഇറങ്ങി വാ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ വാ 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 ഇറങ്ങി വാ ശ്രുതി, ഇറങ്ങി വാന്നേ ഇങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ ഒരു പ്രണയമെന്ന രീതിയിൽ ഇങ്ങനെ വിളിച്ചു വരുത്തുകയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ അവിടെ തന്നെ അങ്ങ് നിൽക്കുകയാണ്. അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിയാണെങ്കിൽ അതെ ഒരു സ്ട്രെച്ചർ പോരട്ടെ എന്ന് പറയുകയാണ്. സ്ട്രെച്ചറും കൊണ്ട് നഴ്സുമാർ ഓടി എത്തുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കേണ്ട എന്തിനാ സ്ട്രെച്ചറൊക്കെ? അതെ നടക്കാൻ വയ്യെങ്കിൽ ഇവിടെ കിടന്നു പോകാം. അപ്പോൾ ശ്രുതി ചോദിക്കാം കിടന്നൊക്കെ പോകണോ? എടാ നിനക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലേ? ഇട നിന്റെ ഭാര്യ പ്രഗ്നൻ്റ് അല്ലേ? അപ്പം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ സൂക്ഷിക്കണം. അതുകൊണ്ട് ശരീരമൊന്നും കുലുങ്ങാതെ ദേ ഇതിൽ കിടന്നു പോകാം എന്ന് പറയാണ്. അല്ലേ അമ്മേ എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്ര അതെ അതെ കിടന്നു പോകാം. എടാ ശ്രുതി നീ എന്താ നോക്കുന്ന? അവളെ എടുത്ത് കിടത്തടാ അവിടെ. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ എടുത്ത് അങ്ങോട്ട് എടുത്ത് പൊക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് പ്രണയം അങ്ങനെ കൂടി ഇങ്ങനെ വരിക. ഈ ശ്രുതിയുടെ മുഖത്തൊന്നും കണ്ണെടുക്കുന്നില്ല. കയ്യിലിങ്ങനെ വാരിയെടുത്തിട്ട് ശ്രുതിയുടെ മുഖത്തേക്ക് തന്നെ നോക്കുക. ഒരു പ്രണയം എന്ന രീതിയിൽ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ സച്ചിയാണെങ്കിൽ അയ്യേ ഇവനെന്താണ് ഈ കാണിക്കുന്നത്? ഇവൻ മുഖത്തൊന്നും കണ്ണെടുക്കുന്നില്ല. അപ്പോൾ ചന്ദ്രയ്ക്കും ചിരി വന്നിട്ട് ഒരു രക്ഷയില്ല. പക്ഷേ ആ സ്ട്രെച്ചറിൽ കിടത്താതെ ഈ ശ്രുതിയുടെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ടോ എന്നൊന്ന് നിർത്ത്. ഇല്ല ഞാൻ നിർത്തില്ല ശ്രുതി, ഞാനിങ്ങനെ നിന്നിങ്ങനെ എടുത്തോണ്ടിരിക്കും. അപ്പോൾ ചന്ദ്രക്ക് ദേഷ്യം വരെ എന്താണ് ഈ കാണിക്കുന്നത്? എടാ അവിടെ കിടത്തടാ എന്ന് പറയുമ്പോൾ ശ്രുതിയെ അവിടെ കിടത്തിയിട്ട് ഇനി സ്ട്രെച്ചർ പൊയ്ക്കോട്ടെ എന്ന് പറയുമ്പോൾ സ്ട്രെച്ചറും കൊണ്ട് മുന്നോട്ട് പോവാണ്. അയ്യോ ശ്രുതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ആകെ സ്തംഭിച്ചിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ശ്രുതിയെ ആ ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയി. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മധുവിനെയും മധുവിൻ്റെ ഭാര്യയാണ് മഹിമ. അപ്പോൾ മഹിമ പറയുകയാണ് ഏതായാലും അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല, അവൾക്കിട്ട് അതൊക്കെ കൊടുക്കണം. എനിക്ക് കുറേ ചീത്തയാണ് അവിടെ നിന്ന് കേട്ടത്. അവിടെ പോയി ചുമ്മാ നാളെ കഴിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്താ മഹിമേ നീ എന്താ പറഞ്ഞു വരുന്നത്? നീ ആരുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് ഇവിടെ മനസ്സിലായില്ലേ, ഞാൻ ആ വർഷയുടെ വീട്ടിലെ കാര്യമാണ് പറഞ്ഞത്. അയ്യോ അവരെക്കുറിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയാവോ? നമ്മളുടെ മോള് താമസിക്കുന്ന വീടല്ലേ, അത് നമ്മുടെയും കൂടി വീടല്ലേ. അപ്പം നീ അനാവശ്യമായ കാര്യങ്ങളെല്ലാം പറയാമോ എൻ്റെ മഹിമേ? എന്താ മധുവേട്ടൻ എന്ത് പറ്റി? അതെ എനിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല, ഞാൻ അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഞാനേ ചീത്ത കൂട്ടുകളെല്ലാം വിട്ടു. എൻ്റെ ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്നറിയാവോ? അതെ രവിയാണ്, രവീന്ദ്രൻ. ഇത് കേട്ട മഹിമ ഞെട്ടിപ്പോവാണോ? നിങ്ങൾക്ക് എന്താ പറ്റിയത്? വല്ല ഭ്രാന്താണോ? എനിക്ക് മനസ്സിലായി, ഇത് നിങ്ങളുടെ അടുത്ത അടവാണെന്ന്. അവർക്കുള്ള പാര കൊടുക്കാൻ വേണ്ടിയല്ലേ നിങ്ങളിങ്ങനെ കിടന്ന് അഭിനയിക്കുന്നത്? അങ്ങനെ സോപ്പിട്ട് ആ കുടുംബം മുഴുവൻ തകർക്കാൻ വേണ്ടിയല്ലേ നിങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്നത്? അയ്യോ മഹിമേ നീ എന്തൊക്കെയാ മഹിമ ഈ പറയുന്നത്? നമ്മുടെ കുടുംബമല്ലേ അത്? ആ കുടുംബം തകർക്കാനായിട്ട് നമുക്ക് പറ്റുമോ? അതൊരിക്കലും പറ്റില്ല. നമ്മുടെ മോൾ താമസിക്കുന്ന വീട് നമ്മുടെയും കൂടി വീടാണ്. അപ്പോൾ നമുക്കത് ഒരിക്കലും തകർക്കാനായിട്ട് പറ്റില്ല. എൻ്റെ മാധുവേട്ടൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാൻ പാടില്ലേ. ആയിക്കോട്ടെ മാധുവേട്ടൻ കിടന്ന് തകർത്ത് അഭിനയിച്ചോ, കൂടെ എപ്പോഴും സപ്പോർട്ടായിട്ട് ഞാനുണ്ടാകുന്നേ. അവരെ തകർക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യത്തിനും ഞാൻ കൂടെ തന്നെ ഉണ്ടാകും. അതിന് യാതൊരു സംശയവുമില്ല മധുവേട്ട. ഇവളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നും മധുവിന് മനസ്സിലാകുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പം നമ്മുടെ ശ്രുതിയും അതേപോലെ തന്നെ ചന്ദ്രയും. അപ്പോൾ ശ്രുതിയാണെങ്കിൽ എന്നെ ദൈവം ഇത് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോകണമല്ലോ, ഇത് എന്തിപ്പോൾ ചെയ്യുക? അപ്പോൾ ശ്രുതി നമ്മുടെ സച്ചിയെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് സച്ചിനാണെങ്കിൽ ഒന്ന് ആക്കി ഒരു ചിരിക്കുകയാണ്. ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ദേഷ്യവും വരുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ശ്രുതിയുടെ കൈ ഇരിക്കുന്നത് കാണുക. അപ്പോൾ ശ്രുതി പതിയെ ശ്രുതിയുടെ കൈ കയറി ഇങ്ങനെ പിടിച്ചങ്ങോട്ട് ഇറുക്കുകയാണ്. അയ്യേ ഇയാളെന്താ ഈ കാണിക്കുന്നത് എന്ന് ശ്രുതി വിചാരിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര എടുത്ത വായിക്കും കണ്ണ് ഇരുമി ഒന്ന് കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് കൈ അങ്ങോട്ട് മാറ്റുകയും ചെയ്യാണ്. ഇനി എന്താണ് കാണിക്കുന്നത്? ഒന്നുമില്ല അമ്മേ. ശ്രുതി നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് വിശദമായിട്ട് തന്നെ പരിശോധിക്കണം. ശരി ആൻറ്റി. ഇത് എങ്ങോട്ട് എണീറ്റ് പോകുന്നു? അത് പിന്നെ ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം. വേണ്ട ഒരു ബാത്റൂമിലേക്കും പോകണ്ട, ഇവിടെ ഇരുന്നാൽ മതി. ഡോക്ടറെ കണ്ടിട്ടൊക്കെ ഇനി ബാത്റൂമിൽ പോയാൽ മതി കേട്ടോ. അപ്പം ചന്ദ്രയ്ക്ക് മനസ്സിലായി, എടി ശ്രുതി പേരും കള്ളി, നീ ഇവിടെ നിന്ന് മുങ്ങാനുള്ള പുറപ്പാടാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ നിന്നെ ഞാൻ വിടില്ലടി, നിന്റെ കള്ള ഗർഭം ഞാൻ പൊളിച്ചടുകോടി എന്നൊക്കെ
ഈ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് ചന്ദ്ര. അപ്പോൾ ശ്രുതിയാണെങ്കിലും ദൈവം ഇത് എവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു വഴിയില്ലല്ലോ. അപ്പോൾ നേഴ്സ് ഇറങ്ങി വരികയാണ്. ശ്രുതി ആരാണ് എന്ന് ചോദിച്ചപ്പോഴേക്കും ഇങ്ങനെ ഞാനാണെന്ന് പറയുകയാണ്. അന്നേ ഡോക്ടറെ കാണാനായിട്ട് പോയിക്കോ. അങ്ങനെ ശ്രുതിയും അതേപോലെ തന്നെ ചന്ദ്രയും കൂടി ഡോക്ടറെ കാണാനായിട്ട് പോവുകയാണ്. ഞാൻ അവളുടെ ഹസ്ബൻഡല്ലേ, അപ്പം ഞാനും കൂടി പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും കയറി പോവുകയാണ്. സച്ചിയാണെങ്കിൽ അവിടുത്തെ നിൽക്കുന്നതോടെ അവളുടെ പരിപാടി തീർന്നു എന്ന് സച്ചിക്ക് മനസ്സിലായി. അങ്ങനെ ഡോക്ടറെ കാണാനായിട്ട് ആ ക്യാബിലേക്ക് കയറി ചെന്ന ഉടനെ തന്നെ നമ്മുടെ ശ്രുതി പറയാണ് ഡോക്ടറോട്, ഡോക്ടറെ എനിക്ക് യാതൊരു കുഴപ്പമില്ല ഡോക്ടറെ, എല്ലാ ടെസ്റ്റുകളും നടത്തിയതാണ്. അതെ, ഞാൻ വേണുഗോപാൽ എന്ന് പറഞ്ഞൊരു ഡോക്ടറെയാണ് കണ്ടതേ. ആ ഡോക്ടർ പ്രഗ്നൻസി ടെസ്റ്റൊക്കെ നടത്തി പോസിറ്റീവാണെന്ന് അറിഞ്ഞു. പിന്നെ അതുമാത്രമല്ല ഡോക്ടർ എനിക്ക് വേണ്ടിയുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ തന്നായിരുന്നു. ഒരു കുഴപ്പമില്ല ഡോക്ടറെ എന്ന് പറയാണ്. എന്താ ശ്രുതിക്ക് എന്ത് പറ്റി? ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾ ചോദിച്ചില്ലല്ലോ. അല്ല, എന്തോ ബൈഹാർട്ടാക്കി പഠിച്ചു വെച്ചതുപോലെ ഉണ്ടല്ലോ ശ്രുതി പറയുന്നത് കേട്ടപ്പോഴേക്കും. അപ്പോൾ ചന്ദ്രയ്ക്ക് മനസ്സിലായി ഇവള് ശരിക്കും അടവിറക്കുകയാണെന്ന്. അയ്യോ ഇല്ല ഡോക്ടറെ, ഞാൻ ബൈഹാർട്ടായിട്ടൊന്നും പഠിച്ചു വെച്ചല്ല. അല്ല, എൻ്റെ വീട്ടുകാരാണെങ്കിൽ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരേ നിർബന്ധം. അപ്പോൾ പിന്നെ ഞാൻ ഡോക്ടറോട് നേരത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഇരിക്കുക എന്ന് പറഞ്ഞ് ഡോക്ടർ ഇരുത്തി കഴിഞ്ഞപ്പോഴേക്കും അതെ, നേരത്തെ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയ റിസൾട്ട് വല്ലതും കയ്യിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അയ്യോ ഇല്ല ഡോക്ടറെ, ഒരു ടെസ്റ്റും ഇല്ലേ? ഇല്ല, ഒരു ടെസ്റ്റിൻ്റെ റിപ്പോർട്ടും കയ്യിലില്ല. അപ്പോൾ ശ്രുതിക്ക് കലി വരികയാണ്. നീ എന്ത് പരിപാടിയാണ് കാണിച്ചത് ശ്രുതി? നീ ആ റിസൾട്ടൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിലേക്ക് പോകുന്ന കാര്യം അറിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ റിസൾട്ടൊക്കെ എന്താ എടുക്കാതിരുന്നു? അത് പിന്നെ റിസൾട്ടൊക്കെ എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല. അത് ഞാൻ മറന്നുപോയായിരുന്നു. നിങ്ങൾ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണമെന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നല്ലോ. എന്നാലും റിസൾട്ടൊക്കെ കയ്യിൽ ആവശ്യമല്ലേ? നമുക്ക് എവിടെയെങ്കിലും ആവശ്യം വന്നാലോ? അപ്പോൾ റിസൾട്ടൊക്കെ ആവശ്യമുള്ള കാര്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം. അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും എങ്കിൽ പിന്നെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോയിട്ട് ഡോക്ടർ വയറൊക്കെ ഇങ്ങനെ നോക്കുക, കണ്ണൊക്കെ നോക്കുക, പൾസൊക്കെ നോക്കുകയാണ്, അങ്ങനെയെല്ലാം നോക്കുകയാണ്. അതിനുശേഷം ശ്രുതി പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അപ്പം ശരി എണീറ്റോ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ നേരെ ചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. അതെ, എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാനുണ്ട്. എന്താ ഡോക്ടറെ, എന്തെങ്കിലും ഒരു ടെസ്റ്റ് നടത്താനുണ്ടോ? ഉണ്ട്, ഒരു സ്കാനിങ് ചെയ്യാനുണ്ട് എന്ന് പറയുകയാണ്. ഇത് കേട്ട ശ്രുതി ഞെട്ടിപ്പോവാണ്. ദൈവമേ, സ്കാനിങ് ചെയ്താൽ എല്ലാ വിവരങ്ങളും അറിയുമല്ലോ. ഞാനോ ആദ്യം ഒരു പ്രസവിച്ച സ്ത്രീയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പണി പാടുമല്ലോ എൻ്റെ ദൈവമേ എന്നിങ്ങനെ പറയാം. അപ്പോൾ ശരി ഡോക്ടർ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ഞങ്ങൾ അതേ രീതിയിൽ ചെയ്തോളാം. ബ്ലഡ് ടെസ്റ്റോ എന്ത് ടെസ്റ്റ് വേണമെങ്കിലും നടത്തിക്കോളാം. എന്തായാലും കറക്റ്റ് വിവരങ്ങൾ അറിഞ്ഞാൽ മതി. ശരി ആയിക്കോട്ടെ എന്ന് പറയാം. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.